മലപ്പുറത്ത് ആദവനാട് ക്വാറിയിൽ കുളിക്കാനിറങ്ങിയ യുവാവ് മരിച്ചുവെന്ന വാർത്ത റിപ്പോർട്ട് ചെയ്യുകയാണ് ഗോകുൽ കെ വേണുഗോപാൽ. ഗോകുൽ, മരിച്ച യുവാവ് ആരാണ്? എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത്? ക്രിസ്റ്റിന, ഇന്ന് ഉച്ചയ്ക്ക് 2:30-ക്ക് ശേഷമാണ് 5-അംഗ സംഘം, വൈരങ്കോട് അല്ലൂർ സ്വദേശികളായിട്ടുള്ള 5-അംഗ സംഘം ആദവനാട് പഞ്ചായത്തിലെ മാൽക്കോട്ടെക്സ് ബില്ലിൻ മില്ലിന് സമീപമുള്ള ഒരു ക്വാറിയിലേക്ക് കുളിക്കാനായി വരുന്നത്. കുളിക്കാനായി ഒന്നും ഉപയോഗിക്കുന്ന കോറി ആയിരുന്നില്ല, അത് കന്നുകാലികളെയും മറ്റും കുളിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു കോറിയായിരുന്നു. ആ ഭാഗത്തേക്ക് 5-അംഗ സംഘം വരുന്നു. അതിൽ 2 പേർ ഈ കോറിയിലേക്ക് ചാടുകയാണ്, കുളിക്കാൻ വേണ്ടി ചാടുന്നു. വലിയ ആഴമുള്ള കോറിയായിരുന്നു, 5 ആൾ പൊക്കത്തിലധികം വെള്ളമുണ്ട് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ ആയിട്ട് നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. അങ്ങനെ 2 പേർ ചാടി, അതിൽ ഒരാൾ ഉയർന്നു വന്നു, മറ്റേയാൾ ഉയർന്നു വന്നില്ല. പിന്നീട് നാട്ടുകാരൊക്കെ അവിടെ പ്രാഥമികമായ ഒരു തെരച്ചിൽ നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല. പിന്നീട് ഫയർഫോഴ്സിനെയും സ്കൂബ ഡൈവേഴ്സിനെയും ഒക്കെ വിളിച്ചു. തിരൂരിൽ നിന്ന് അവരെത്തി തിരച്ചിൽ നടത്തിയതിനു ശേഷമാണ് ഈ ഷഹൽ എന്ന് പറയുന്ന അല്ലൂർ സ്വദേശി അദ്ദേഹത്തിന്റെ മൃതശരീരം കണ്ടെത്തുന്നത്. ഏകദേശം 2 മണിക്കൂറധികം ശേഷമാണ് ഈ ബോഡി കണ്ടെത്തിയിട്ടുള്ളത്. മൃതദേഹം ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പ്രധാനമായും പറയുന്നത് കോറികളുള്ള ഒരു മേഖലയാണത്. നേരത്തെ തന്നെ ഒരു ലോറിയൊക്കെ കരിങ്കൽ കോറിയിലേക്ക് പോയ വാർത്തകളൊക്കെ നമ്മൾ കണ്ടിരുന്നു. അതിനൊക്കെ അടുത്തുള്ള മറ്റൊരു കോറിയാണിത്. ആ മേഖലയിൽ റോഡും കാര്യങ്ങളും നോക്കിയില്ല, ഉപയോഗശൂന്യമായിട്ടുള്ള ഒരു ക്വാറിയാണ്. കന്നുകാലിയൊക്കെ കുളിപ്പിക്കാനും മറ്റും ഉപയോഗിക്കുന്നത്. അവിടേക്കാണ് ഈ 5-അംഗ സംഘം കുളിക്കാനായി എത്തുകയും അതിൽ 2 പേർ ക്വാറിയിലേക്ക് ചാടുകയും ഒരാൾ മരണപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ക്രിസ്റ്റീന, ശരി. ഗോകുൽ കെ വേണുഗോപാലാണ് മലപ്പുറത്ത് നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.